തെന്നിന്ത്യൻ സിനിമയിലെ പ്രിയതാരം സൂര്യയുടെ പുതിയ ചിത്രമായ കറുപ്പിന്റെ റിലീസ് അവസാന നിമിഷം റദ്ദാക്കിയ വാർത്ത ആരാധകരെ വലിയ നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം പ്രദർശനം മുടങ്ങിയത് സിനിമയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് വേദനാജനകമാണെങ്കിലും ഈ സന്ദർഭത്തിൽ സൂര്യ എന്ന മനുഷ്യന്റെ വ്യക്തിജീവിതവും അദ്ദേഹം നേരിട്ട കഠിനമായ പോരാട്ടങ്ങളും വീണ്ടും ചർച്ചയാകുന്നത് ശ്രദ്ധേയമാണ്. സോഷ്യൽ മീഡിയയിൽ ജെറി പൂവക്കാല പങ്കുവച്ച കുറിപ്പിലൂടെയാണ് സൂര്യ എന്ന നടന് പിന്നിലെ അതിജീവനത്തിന്റെ കഥ രാഷ്ട്രീയ സാമൂഹിക കേരളം ഏറ്റെടുത്തിരിക്കുന്നത്. സിനിമയിൽ നായകന്മാരായി അഭിനയിക്കുമ്പോൾ ഒരുപാട് ഉണ്ടാക്കാം, എന്നാൽ ജീവിതത്തിൽ നായകനായി മാറുന്നവർ ചുരുക്കമാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി സൂര്യ തന്റെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി മാറ്റിവെക്കുന്നു. അഗരം ഫൗണ്ടേഷൻ എന്ന തന്റെ സംഘടനയിലൂടെ അദ്ദേഹം ഇതുവരെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് കൈപിടിച്ചുയർത്തിയത്. സൂര്യയുടെ സഹായത്തോടെ പഠനം പൂർത്തിയാക്കിയവരിൽ 51 ഡോക്ടർമാരും 800-ലധികം എഞ്ചിനീയർമാരും ഉൾപ്പെടുന്നുവെന്നത് നിസ്സാരമായ കാര്യമല്ല. കൂലിപ്പണിക്കാരും ദരിദ്രരുമായ മാതാപിതാക്കളുടെ മക്കൾ ഇന്ന് ഉന്നത നിലകളിൽ എത്തിയതിന് പിന്നിൽ ഈ മനുഷ്യന്റെ നിശബ്ദമായ അധ്വാനമുണ്ട്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് കണ്ണു നിറയാൻ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഓർമ്മകൾ സൂര്യയെ സഹായിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു വളർന്ന ഒരാളല്ല സൂര്യ, മറിച്ച് പെട്ടെന്നുണ്ടായ സാമ്പത്തിക തകർച്ചയിൽ കുടുംബം നട്ടം തിരിഞ്ഞപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത മകനാണ് അദ്ദേഹം. ഒരു സൂപ്പർ താരത്തിന്റെ മകനായിട്ടും സൂര്യക്ക് ജീവിതം പൂമെത്തയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പിതാവ് ശിവകുമാർ തമിഴ് സിനിമയിൽ അറിയപ്പെടുന്ന നടനായിരുന്നിട്ടും ഒരു കാലഘട്ടത്തിൽ ആ കുടുംബം കടുത്ത സാമ്പത്തിക ബാധ്യതയിൽ അകപ്പെട്ടു. പലർക്കും വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന ഒരു ഭൂതകാലം സൂര്യക്കുണ്ട്. വീട്ടിലെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടി മാസം 1200 രൂപ ശമ്പളത്തിന് ഒരു ഗാർമെന്റ് ഫാക്ടറിയിൽ, അതായത് തുണിക്കടയിൽ ജോലിക്ക് ചേർന്നാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത്. ഒരു നടന്റെ മകൻ എന്ന കാര്യം അവിടെയുള്ള ആരോടും അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. തന്റെ സ്വത്തം മറച്ചുവെച്ചുകൊണ്ട് ഒരു സാധാരണ ജീവനക്കാരനായി 3 വർഷത്തോളം അദ്ദേഹം അവിടെ അധ്വാനിച്ചു. ജോലിയുടെ ആദ്യ 15 ദിവസത്തേക്ക് ട്രെയിനിയായി അദ്ദേഹത്തിന് ലഭിച്ചത് വെറും 750 രൂപയായിരുന്നു. 3 വർഷം കഠിനാധ്വാനം ചെയ്ത ശേഷമാണ് അദ്ദേഹത്തിന്റെ മാസ ശമ്പളം 8000 രൂപയിലേക്ക് ഉയർന്നത്. സൂര്യ ജോലിക്ക് പോകാൻ തീരുമാനിച്ചത് ഒരു സുപ്രധാന നിമിഷത്തിലായിരുന്നു. തന്റെ അച്ഛൻ അറിയാതെ അമ്മ 25,000 രൂപ കടം വാങ്ങിയ വിവരം മകനോട് വെളിപ്പെടുത്തിയപ്പോഴായിരുന്നു അത്. അന്ന് ആ കുടുംബത്തിന്റെ ബാങ്ക് ബാലൻസ് വട്ടപൂജ്യമായിരുന്നു. നിർമ്മാതാക്കളോട് പ്രതിഫലം ചോദിച്ച് വാങ്ങാൻ മടിച്ചിരുന്ന പിതാവിന്റെ സ്വഭാവം കൂടിയായപ്പോൾ കുടുംബത്തിന്റെ ഭാരം സൂര്യയുടെ ചുമലിലായി. അമ്മ കടം വീട്ടാൻ പാടുപെടുന്നത് കണ്ടപ്പോൾ താൻ എന്തെങ്കിലും ചെയ്തേ തീരൂ എന്ന ദൃഢനിശ്ചയമാണ് അദ്ദേഹത്തെ ഇന്നത്തെ സൂര്യയാക്കി മാറ്റിയത്. മനുഷ്യൻ എത്രയൊക്കെ തളർത്താൻ നോക്കിയാലും സർവശക്തനായ ദൈവം ഒരാൾക്ക് വേണ്ടി വഴി തുറന്നാൽ അത് തടയാൻ ആർക്കും കഴിയില്ല എന്ന സന്ദേശമാണ് സൂര്യയുടെ ജീവിതം നൽകുന്നത്. ജെറി പൂവക്കാല തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് പോലെ ബന്ധുക്കൾ പാരവച്ചാലും സ്വന്തക്കാർ മുടക്കാൻ ശ്രമിച്ചാലും തകർക്കാൻ കഴിയാത്ത ഒരു രാജവീതി കഷ്ടപ്പെടുന്നവർക്കായി ദൈവം ഒരുക്കും. സൂര്യ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ അഭിനയത്തിന്റെ പേരിൽ ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. ആദ്യകാല ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് ഡാൻസ് കളിക്കാനോ കൃത്യമായി ഡയലോഗ് പറയാനോ കഴിയില്ലെന്ന് പലരും വിമർശിച്ചു. എന്നാൽ ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി അദ്ദേഹം മാറിയത് നിരന്തരമായ പരിശ്രമം കൊണ്ടാണ്. ഇന്ന് അദ്ദേഹത്തിന് ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ജ്യോതികയും അഭിനയ രംഗത്ത് സജീവമായി നിൽക്കുമ്പോഴും സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. സൂര്യയുടെ പുതിയ ചിത്രം കറുപ്പിന്റെ റിലീസ് സാമ്പത്തിക കാരണങ്ങളാൽ മുടങ്ങിയത് വലിയ ചർച്ചയായിരുന്നു. സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു താരം ഇത്തരം പ്രതിസന്ധികളിൽ അകപ്പെടാറില്ല. എന്നാൽ താൻ കടന്നു വന്ന വഴികൾ ഓർത്തുകൊണ്ടാകാം ഇത്തരം വീഴ്ചകളിൽ അദ്ദേഹം തളരാത്തത്. സിനിമ എന്നത് ഒരു കച്ചവടത്തിനപ്പുറം ഒരുപാട് ആളുകളുടെ ഉപജീവനമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സിനിമയുടെ റിലീസ് വൈകുന്നത് നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും വലിയ നഷ്ടമുണ്ടാക്കുമെങ്കിലും ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് സൂര്യക്കുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ വിശ്വസിക്കുന്നുണ്ട്. പണ്ട് 750 രൂപയ്ക്ക് വേണ്ടി അധ്വാനിച്ച ഒരു മനുഷ്യൻ ഇന്ന് കോടികളുടെ മൂല്യമുണ്ടാകാം. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് ഇന്നും കഷ്ടപ്പെടുന്നവരുടെ കൂടെയാണ്. സൂര്യയുടെ ജീവിതം കേവലം ഒരു സിനിമാ കഥയല്ല, അത് കഠിനാധ്വാനത്തിന്റെയും കരുണയുടെയും അതിജീവനത്തിന്റെയും മഹത്തായ ഒരു പാഠപുസ്തകമാണ്. പട്ടിണിയിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും സ്വയം കെട്ടിപ്പടുത്ത ഒരു മനുഷ്യൻ താൻ വളർന്നപ്പോൾ തന്നെ പോലെ കഷ്ടപ്പെടുന്ന മറ്റുള്ളവരെയും കൈപിടിച്ചുയർത്തുന്നു എന്നത് വലിയൊരു കാര്യമാണ്. കറുപ്പ് എന്ന സിനിമയുടെ റിലീസ് മുടങ്ങിയത് ഒരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ്. സൂര്യയെപ്പോലെ നിശ്ചയദാർഢ്യമുള്ളൊരു വ്യക്തിക്ക് ഇതൊരു ചെറിയ തടസ്സം മാത്രമായിരിക്കും. തമിഴ്നാട്ടിലെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഒരു വെളിച്ചമാണ്. സിനിമയിലെ സൂപ്പർ താര പദവിയേക്കാൾ അദ്ദേഹം വിലമതിക്കുന്നത് ഈ കുട്ടികളുടെ ഭാവി തന്നെയാണ്. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് ചിന്തിപ്പിക്കത്തക്ക വിധത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന വരികൾ സൂര്യയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. സിനിമകൾ വരികയും പോവുകയും ചെയ്യും, എന്നാൽ സൂര്യ എന്ന മനുഷ്യൻ ചെയ്ത നന്മകൾ തലമുറകളോളം നിലനിൽക്കും.